വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് റെഗുലറായിട്ട് ഞാൻ ഫുൾ വീഡിയോസ് ഇടാറില്ല. ഇപ്പം ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ചപ്പാത്തി അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ കഴിക്കാൻ തോന്നി. പക്ഷേ അനാറായതുകൊണ്ട് ഞാൻ കരുതി ജ്യൂസ് അടിക്കാമെന്ന്. ഈ ഒരു ഗ്ലാസ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇതിലാണ് കേട്ടോ ജ്യൂസ് കുടിക്കാറുള്ളത്. ഇവിടെ പെട്ടെന്നായിരുന്നു കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി താഴെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഇവിടെ 5 മിനിറ്റൊക്കെ മഴ പെയ്യാറുള്ളൂ. മഴ പെയ്തുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു. അല്ലെങ്കിലും ഇപ്പം ഡിസംബർ ആയതുകൊണ്ട് തന്നെ ദുബായിൽ ക്ലൈമറ്റ് നല്ല രസമാണ്. ഒരു 2:30-3 മണിക്കൊക്കെയാണ് കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ പാർക്ക് വരെ എത്തി. ഈ ഒരു ടൈമിൽ പാർക്കിൽ ഇരിക്കുന്നത് ഭയങ്കര രസമാണ്. നല്ല തണുപ്പുണ്ടാവും, നല്ല കാറ്റൊക്കെ ഉണ്ടാവും. ദുബായിലുള്ളവർക്ക് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ബാക്കി എല്ലാ മാസവും ഭയങ്കര ചൂടായിരിക്കും. ഈവനിങ് ടൈം ആയപ്പോഴും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 5:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നുണ്ട്. റൂമിലും അധികം വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റൊക്കെ ഞാൻ ഓണാക്കി വെച്ചു. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഈ ഒരു ക്യാൻഡിലും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാൻഡിൽ സ്റ്റാൻഡ് ഞാൻ നൈക്കിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. റൂമിലൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. 6:30 ഒക്കെ ആയ സമയത്ത് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചു. മാക്സിമം ഞാനിത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമൊക്കെ ചേഞ്ച് ആവാറുണ്ട്. മാക്സിമം ഞാനിത് മുടക്കാതെ എങ്ങനെയെങ്കിലും കത്തിച്ച് വെക്കാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് മോയ്സ്ചറൈസറൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അലർജിയുടെ ഒക്കെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം മേക്കപ്പ് പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു സ്നെയിൽ മ്യൂസിയം ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് എന്തായാലും പറയാം. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഒരുപാടായി തിരഞ്ഞു നടക്കുന്നത്. ഞാനതുപോലെ ഗ്ലോബൽ വില്ലേജിൽ പോയ സമയത്ത് കൊറിയൻ പവലിയനിൽ എനിക്ക് കിട്ടി ഈ ക്ലിപ്പ്. എൻ്റെ ഹെയർ ഞാനിപ്പോൾ അധികം കെട്ടി വെക്കാറില്ല. എന്നാലും ഞാൻ ഈ ക്ലിപ്പ് വാങ്ങിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട്. ഈവനിങ് ആയി കഴിഞ്ഞാൽ നാളത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കും. എന്തെല്ലാം വെള്ളം കുടിക്കുന്നത്, അതുപോലെ എൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ, മെഡിസിൻ, അങ്ങനെ ഷോർട്സ്, യൂട്യൂബിലേക്കുള്ള ഷോർട്സ് വീഡിയോസ്, അത് എന്തെല്ലാം കണ്ടന്റുകളൊക്കെ വേണം, അങ്ങനെ കുറച്ച് എഴുതി വെക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഈ ഒരു സമയത്തായിരുന്നു എനിക്ക് അലർജിയൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ടേക്ക് കെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കണം കറക്റ്റ് ടൈമിൽ. അപ്പോൾ അതൊക്കെ എഴുതി വെക്കും. പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അതും എനിക്ക് പണി കിട്ടും. എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഒരു ടൈമിൽ വെള്ളം കുടിക്കാൻ. അപ്പോൾ 3 ലിറ്റർ ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലും കുടിച്ച് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ പറ്റാറില്ല. പിന്നെ യൂട്യൂബ് ഷോർട്സ് വീഡിയോസ്, അതിൻ്റെ കണ്ടൻറ്റൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർത്ത് വെക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ അതെനിക്ക് പെട്ടെന്ന് അങ്ങ് വിട്ടുപോകും ഞാൻ. അപ്പോൾ അതിനും ഒരു റെഗുലറായിട്ട് ഒരു റുട്ടീൻ ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതും ജസ്റ്റ് എഴുതി വെക്കാറുണ്ട്. ഇതുപോലെ ജേണൽസ് ഉണ്ടാക്കാനും അതുപോലെ ഇങ്ങനത്തെ കുട്ടി കുട്ടി ബുക്സ് വാങ്ങിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നുണ്ട്. അതിനി അടുത്ത വീഡിയോയിൽ ഞാൻ നോക്കട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
ഞാൻ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങി വെക്കാറുണ്ട്. പക്ഷെ വിഷൻ ബോർഡിലേക്കുള്ള സ്റ്റിക്കേഴ്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ അതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. ഇനി നിന്നിട്ട് വേണം എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ. ഞാൻ ഈ ചെറിയ ബുക്സൊക്കെ വാങ്ങിക്കുന്നത് എനിക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്കതിൻ്റെ ഭംഗി കാണുമ്പോൾ എഴുതാൻ തോന്നാറില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. തണുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു ഹോർലിക്സ് കുടിച്ചു. ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം ഞാനിങ്ങനെ ചായ കാപ്പി ഹോർലിക്സ് അങ്ങനെയൊന്നും പൊതുവെ കുടിക്കാറില്ല. ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാസ് പിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറച്ച് അച്ചാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ താങ്ക് യു എന്നൊക്കെ എഴുതിയിട്ട് നല്ല ക്യൂട്ടായിട്ടായിരുന്നു അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഹോം മെയ്ഡ് അച്ചാറാണ്, അതുകൊണ്ട് നാട്ടിലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. മാങ്ങ, കല്ലുമ്മക്കായ, ചെമ്മീൻ പൊടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്പറോ ഉണ്ടാവും, അതിനകത്ത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്തായാലും താങ്ക് യു സോ മച്ച്.